ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേണ്. അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ പള്ളിയിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ പോണ സ്ഥലം നിങ്ങൾക്ക് തമിഴ്നാട്ടിലുണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫുൾ സ്ട്രെച്ചിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. The day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. ഹലോ, അപ്പോൾ എല്ലാവരും നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറുതോണി റൂട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ് ഒരു ഹോട്ടലിൽ കേട്ടാ. നമ്മൾ 4 പേരും കൂടിയാണ് പോണത്. ചേട്ടായി മിസ്സിംഗ് ആണ്. ഉടനെ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും ആള്. അതെ, ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഇത് ചെറിയ വെള്ളച്ചാട്ടം സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അതെ, പിന്നെ പുതിയ ചിത്രപ്പണികളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഫേസിൽ. പല്ലിൽ കമ്പിയിട്ട് കുറച്ചായി, ഇപ്പോൾ ഒരു 7 മാസത്തോളം ആയിട്ടിട്ട്. അപ്പം അടുത്ത് തന്നെ എടുക്കുമായിരിക്കും, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. നമുക്ക് ലൈവായിട്ട് അപ്പം ഉണ്ടാക്കി തരണ്ട. ചൂട് കറി വന്നിട്ടില്ല, കറി ഇപ്പം റെഡിയാവും. വന്നുകൊണ്ടിരിക്കുകയാണ് ചൂടനപ്പം, മുട്ടക്കറി. നമ്മള് ചെറുതോണിയുടെ ഏതോ ഭാഗത്താണെന്ന് തോന്നണ്. ഇവിടെ മറ്റേ പവർ സ്റ്റേഷന്റെ ഇതൊക്കെ കാണുന്നുണ്ട്. മറ്റേ പൈപ്പുകളൊക്കെ കാണുന്നുണ്ട്. വെള്ളം കൊണ്ടുപോണ ഒരു പൈപ്പൊക്കെ കാണുന്നുണ്ട്. The day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. 2 മാസം വരെ ഉള്ള ടൈം തിന്നണോട്ടാ. ഇഷ്ടായിരിക്കണോ? കടിക്കോ? ചാടി എടുക്കോ? ശരി. പിന്നെ വഴി നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ. നല്ല അടിപൊളി പാറയുടെ ഉള്ളിൽ കൂടി വെള്ളം ഒഴുകണേണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാന്. ഭയങ്കര സൗണ്ടാണ്. The day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. പലരും ഈ സാധനം കണ്ടിട്ടുണ്ടാവും മിക്കാറും. മറ്റേ ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ഇടിച്ച സൈഡിൽ കൂടി തന്നെ ചേർന്ന് വരും വണ്ടികൾ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഇതാണത്. ഞാനിപ്പോ നമ്മുടെ കമ്പനിയിൽ പോണ വഴിയിൽ കണ്ടതാണ്. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. And you desire all the love. You're my shelter.
From the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. You deserve all the love. You're my shelter. Yeah. From the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. You deserve all the love. You're my shelter. Yeah. From the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. ഹായ്, അപ്പം നമ്മ തേനിയിൽ വന്നേക്കണേണ്, മുന്തിരിത്തോട്ടത്തിൽ വന്നേക്കണേണ്. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് മുന്തിരി മേടിക്കാനുള്ള പ്ലാനിൽ ചുമ്മാ ഇറങ്ങിയതാണ്. എന്തായാലും കാരണം വേണ്ടേ നമുക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ മുന്തിരി പറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചേച്ചിമാർ പറിച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മുന്തിരി വാങ്ങാനുണ്ട്. വൈൻ സെറ്റാക്കണം ക്രിസ്മസിനുള്ള. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ക്രൗഡ് എന്ന് വെച്ചാൽ രക്ഷയില്ല. സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പഴുത്ത് റെഡി ആയിട്ടൊന്നുമില്ല. And you deserve all the love. You're my shelter. 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 നമ്മളടുത്ത മുന്തിരിത്തോട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് MSR മുന്തിരിത്തോട്ടം കേട്ടോ. ഇവിടെ വന്നേക്കാണ് നമ്മൾ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഇവിടെ നിന്നാണ് മുന്തിരി മേടിച്ചത്. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമായിരുന്നു. അത് കൊണ്ടേ വൈൻ കിട്ടി, സാധനം സെറ്റായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. ശരിക്കും ആലോചിക്കുമ്പോൾ എന്താണെന്ന് ചിന്തിക്കും. കാര്യം മുന്തിരി മേടിക്കാൻ വേണ്ടി അല്ലേ അപ്പച്ച, മുന്തിരി മേടിക്കാൻ വേണ്ടി നമ്മൾ തേനി വരെ വന്നേക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും. പക്ഷെ അപ്പൊ അങ്ങനെ വന്നേക്കണേണ്. അന്ന് എത്ര പെട്ടി മേടിച്ചു നമ്മ? അന്ന് 2 പെട്ടി. 2 പെട്ടി മേടിച്ചു നമ്മ. ഇന്ന് കൂടുതൽ മേടിക്കണം. അതെ, ഇപ്രാവശ്യം കൂടുതൽ മേടിക്കണം. ഇവിടെ കിടക്കണ പഴുത്ത് നല്ല തക്കുടുമായിട്ട് കിടക്കണ മുന്തിരികളാണ്. അവിടെ സൈഡ് കണ്ട ഫുള്ള് കാണിച്ചു തരാട്ടാ. ഇവിടെ കണ്ടെല്ലാം പഴുത്ത് കിടക്കണതാണ്. നമ്മള് അവിടെയാണ് പോയിരുന്നത്. അവിടെ സൈഡ് പോയിരുന്നു കാണാനായിട്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി പഴുത്ത മുന്തിരികളാണ്. അയ്യോ ഒച്ചപ്പാട്. ഇവിടെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മേടിക്കണ മുന്തിരി തന്നെ ജ്യൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ പച്ചയാണ് നടക്കണത്, സെറ്റായി വന്നുള്ളൂ. ആ സൈഡില് പഴുത്തത്. പഴുത്ത മുന്തിരി ഉള്ള തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ സംഭവം. നിറയെ ഉണ്ട് ഇവിടെ. From the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain. You deserve all the love. You're my shelter. Yeah. From the day we were born, we were sworn to a legacy. Enemy in front
on me, fighting for supremacy. Pedigree of blood stains filling up my ഇവിടെ തൂക്കി ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സാധനം പിക്ക് ചെയ്യാൻ പോണം. 10 കിലോ കൊടുത്താൽ കമ്മിയായിട്ട് വരില്ല. 500 രൂപ. ഇവിടെ റേറ്റ് കുറഞ്ഞ നോക്കണേണ്ട. ആ 10 കിലോ ഉണ്ടോ വാങ്ങിക്കണത്. அண்ணே உள்ள பறிக்க கூடாதுண்ணே. 500 ரூபா ஃபைன் இருக்கு. ஒன்னு பறிச்சா 500 ரூபா ஃபைன் இருக்கு. വിഷയോ 2 ബോക്സ് എടുത്താൽ 5. 10 kg 5 2 பாக்ஸ். ആ ഫ്രഷ് സാധനമൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്. തരുമായിരിക്കും അല്ലേ? ഫ്രഷാണ് ഫ്രഷാണ്. ബോക്സിന്റെ അവിടെ ഇട്ടല്ലേ? எவ்வளவு தூக்க மாட்டீங்க? ഐസ് കാൻഡി ഉണ്ടോ? ഐസ് കാൻഡി ഇല്ല. കടയിലുള്ളോ? ഇല്ല. கேக்ஸ் കോള എന്തെങ്കിലും ഉണ്ടോ? കോള ജ്യൂസ് கிரேப்ஸ் இது மட்டும் தான் உண்டு. ശരി ശരി കേട്ടോ. ജ്യൂസ് എങ്ങനെയല്ലേ ഇപ്പൊ? 1 ലിറ്റർ 90, 1.5 ലിറ്റർ 110. കിലോ എന്താ വില? കിലോ 60. ഒരു ടൈപ്പ് ഉള്ളോ? ആ 1 കിലോ 60 രൂപ ഉണ്ട് ഇവിടെ. ஒரே டைப் சட்டா. അപ്പൊ നമ്മൾ ടോട്ടല് 15 കിലോ ഉണ്ട് മേടിക്കണത്. 5 more kg വാങ്ങിക്കാനുണ്ട്. அது ஒரு 10 நிமிஷம் வந்துட்டா. தோட்டம் கண்ணா ഇത് ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. യാ 1 more. ആ ഇത് നമുക്ക് കഴിക്കാൻ വേറെ തന്നോട്ട് സെപ്പറേറ്റ്. ഇതിൻ്റെ മധുരം നോക്കിയില്ല. കഴിക്കാൻ വേറെ വണ്ടിയിലേക്ക് കഴിക്കാം. ഇത് പറഞ്ഞ തരും. ടേസ്റ്റ് ഒക്കെ அந்த பாக்ஸ் 10 கிலோ. அந்த 10 கிலோக்கு நான் கரெக்டா கணக்கு கொடுப்பேன். അത് 2 മാർക്ക് പറിച്ചിട്ട് അവിടെ പറിച്ചോம்னா எனக்கு ഫൈൻ അടിക്കുംല. ഇതാണ്ട് അപ്പൊ നമ്മുടെ ബോക്സ് രണ്ടെണ്ണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഐസ് അങ്ങനെ നമ്മള് പെട്ടികളായിട്ട് വരികയാണ്. സാധനമായിട്ട് നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോ വന്ന വഴിക്ക് കണ്ടതാണ്. മറ്റേ ശിവലിംഗത്തിന്റെ മലയുടെ മുകളിലിരിക്കണ കണ്ടാണ് ഇങ്ങനെ. നമ്മള് മുന്തിരി മേടിച്ചു കഴിഞ്ഞിട്ട് എവിടെയാണ് പോയത്? നമ്മള് മുന്തിരി മേടിച്ചു കഴിഞ്ഞിട്ട് ചുരുളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സുർലി. അവിടെ ഇതിൽ കൂടുതൽ മുന്തിരിത്തോട്ടം ഉണ്ട്. ഇവിടെ 60 രൂപക്ക് മേടിച്ച മുന്തിരി അവിടെ 40 രൂപയായിട്ട് കിട്ടി. മേടിച്ചതിന് ശേഷമാണ് അവിടെ ചെന്നപ്പോ വില കുറവായിട്ട് തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു ആരെങ്കിലും പോകണമെങ്കിൽ സുർലിന്ന് മുന്തിരി മേടിച്ചാൽ മതി. അവിടെ എന്തോ ഒരു 6-7 കിലോമീറ്റർ 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് പോണത്. കാണാനും ഉണ്ട്. മുന്തിരിത്തോട്ടങ്ങൾ ഇതിൽ കൂടുതലുണ്ട്.
മുന്തിരി തോട്ടത്തിൽ കയറാൻ പറ്റൂല, പക്ഷെ നമുക്ക് റോട്ടിൽ കൂടി പോകുമ്പോ കാണാം. അതെ. പിന്നെ നമ്മളിപ്പോ തിരിച്ചു പോണേണ്. നമ്മളിപ്പോ തിരിച്ച് കോട്ടയം റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമിളി എത്താറായി. മിച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പോക്ക്? ഇന്നത്തെ പോക്ക് നന്നായിരുന്നു, നല്ല പോക്കായിരുന്നു, നല്ല ട്രാവല്, നല്ല സന്തോഷമായിട്ടുള്ള പോക്ക്, പോയി വരവ്, എല്ലായിടത്തും പോയി സന്തോഷമായി. അങ്ങനെയൊക്കെ. ഗായ്സ്, നമ്മള് കട്ടപ്പന എത്തിയ സ്ഥലം. അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയായിരുന്നു. CFC എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോണേണ്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ബൈ പറഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ബൈ ബൈ. അപ്പൊ ഓക്കെ, ബൈ.